Welcome back to Leap. So, here is the first question. Consider the following statements regarding mobile money. മൊബൈൽ മണി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം. സോ ഇത് റീസെൻ്റ്ലി നിങ്ങൾ ഹിന്ദുവിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ന്യൂസായിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് മൊബൈൽ മണി. മാത്രമല്ല ഇങ്ങനത്തെ സിംപ്ലർ ടേംസിനെ കുറിച്ച് UPSC എപ്പോഴും എക്കണോമി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ നോക്കിയാൽ കാണാം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളെ കുറിച്ചിട്ടാണ്. മനസ്സിലായില്ല, അതെന്താണ്, അതിൻ്റെ ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് അറിയണം എന്നല്ല UPSC ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 1-2 ദിവസങ്ങളിൽ ഹിന്ദു ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് മൊബൈൽ മണി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it primarily relies on bank accounts for transactions with mobile phones acting as an access point. So mobile phone യൂസ് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഒരു മീഡിയം ആക്കി വെച്ചുകൊണ്ട് നടത്തുന്ന ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ് മൊബൈൽ മണി എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ക്യാൻ ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബൈ പ്രൊവൈഡിങ് സർവീസസ് ടു ദി അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർബാങ്ക്ഡ് പോപ്പുലേഷൻസ്. നമ്മൾ കെയർഫുള്ളി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കോൺട്രാഡിക്ടറി ആണ്. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇറ്റ് പ്രൈമർലി റിലൈസ് ഓൺ ബാങ്ക് അക്കൗണ്ട്, പ്രധാനമായിട്ടും ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് മൊബൈൽ മണിയിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു അൺബാങ്ക്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സർവീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ബാങ്ക് അക്കൗണ്ട് വേണം എന്ന് പറയുന്നു, ഇവിടെ പറയുന്നു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊരു കോൺട്രാഡിക്ടറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ കോൺട്രാഡിക്ടറി ആയിട്ട് ഫീൽ ചെയ്യുന്നിടത്ത് നിങ്ങൾ എപ്പോഴും ജനറിക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നോക്കുക, ഇവിടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. ഇറ്റ് പ്രൈമർലി റിലൈസ് ഓൺ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആക്കുകയാണ്. ഇവിടെ അങ്ങനെ സ്പെസിഫിക് ആക്കുന്ന സാധനങ്ങളൊന്നുമില്ല. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബൈ പ്രൊവൈഡിങ് സർവീസസ് ടു അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർബാങ്ക്ഡ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ജനറിക് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ സ്പെസിഫിക് ആവുന്നതിനെ സംശയദൃഷ്ടിയോട് വേണം നോക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ വി ഹാവ് ദി റൈറ്റ് ആൻസർ ടു ഒൺലി. ബിക്കോസ് മൊബൈൽ മണി എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഇന്നത്തെ UPI സിസ്റ്റത്തിൽ നിന്നും ഡിഫറൻ്റ് ആവുന്നു എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. UPI എന്താ ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് അല്ലേ? അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പേര് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ UPI എന്ന. അപ്പോൾ മൊബൈൽ മണി അതിൽ നിന്നും ഡിഫറൻ്റ് ആവണ്ടേ? അപ്പോൾ മൊബൈൽ മണി അതിൽ നിന്നും ഡിഫറൻ്റ് ആവണമെങ്കിൽ ബേസിക്കലി മൊബൈൽ മണി ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കരുത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ ഒക്കുന്നത്. ബിക്കോസ് അവിടെ ബാങ്ക് അക്കൗണ്ടിനെ ആശ്രയിച്ചല്ല ഈ സാധനം പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതായത് മൊബൈൽ മണിയിൽ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യം തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് പണ്ട് കാലത്ത് ഈ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും സിമ്മിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായിട്ട് സിം സർവീസസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പം ചില സിം സർവീസസ് ഇന്ത്യയിൽ മൊബൈൽ മണി സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ഏജന്റ് ബേസ്ഡ് സിസ്റ്റം. അതായത് നിങ്ങൾ ഒരു മൊബൈൽ റീചാർജ് കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ആളിൻ്റെ റീചാർജ് കടയിലെ ആളിൻ്റെയിലോട്ട് നമ്മൾ ഇത്ര രൂപ കൊടുത്തിട്ട് പറയുന്നു എന്താ എൻ്റെ മൊബൈൽ മണി, അതിനൊരു പേരുണ്ടാവും, M-Pesa എന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൊബൈൽ മണി സർവീസസാണ് M-Pesa ഒക്കെ. അപ്പം നമ്മൾ പറയുന്നത് M-Pesയിലേക്ക് എനിക്ക് 100 റുപ്പി റീചാർജ് ചെയ്ത് തരണം എന്ന് നമുക്ക് പറയാം. എന്നിട്ട് 100 രൂപ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് 100 രൂപ റീചാർജ് ചെയ്ത് കിട്ടുന്നു. സോ ഇത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ നോക്കും ത്രൂ മൊബൈൽ ഫോൺ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഏജന്റ് ബേസ്ഡ് മൊബൈൽ മണി സിസ്റ്റമാണ് ഈ മൊബൈൽ മണി എന്ന പേരിൽ കൂടി വന്നിട്ടുള്ളത്. അതായത് മണിയെ, ക്യാഷിനെ ആദ്യം ഒരു ഇലക്ട്രോണിക് വാല്യൂ ആക്കി മാറ്റും. അതായത് നമ്മൾ ക്യാഷ് ഏജന്റിനെ കൊടുക്കുന്നു, അയാൾ അത് റീചാർജ് ചെയ്യുന്നു. അപ്പം നമുക്ക് മൊബൈലിൽ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ കിടപ്പുണ്ട്, എനിക്ക് ഈ 100 രൂപ ഇലക്ട്രോണിക്കലി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഒക്കും. അയാൾ ഇതേപോലൊക്കെ ഒരു ഏജന്റിൻ്റെ അടുത്ത് ചെല്ലുന്നു, അവിടെ വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നു. അപ്പം ഇതിനൊരു ബാങ്ക് അക്കൗണ്ട് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. പ്രധാനമായിട്ടും ബാങ്ക് അക്കൗണ്ടിനെ ആശ്രയിച്ചല്ല ഈ സാധനം നിൽക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്
wrong and second statement is true because ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് റൂറൽ പോപ്പുലേഷൻ ഉള്ളിടത്താണ്. അതായത് അൺബാങ്ക്ഡ് ആയിട്ടുള്ള റൂറൽ പോപ്പുലേഷൻ ഉള്ളിടത്ത്. ആൻഡ് മൊബൈൽ മണി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. ആഫ്രിക്കയിലാണ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് ഇല്ലീഗൽ അല്ല. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഇത് ഇല്ലീഗൽ അല്ല. പക്ഷെ ഇന്ത്യയിൽ ഇന്ന് എന്താണ് ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ UPIക്ക് അത്രയധികം എന്താ പറയേണ്ടത് ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിലേക്ക് വന്നു അല്ലേ? ഇപ്പൊ UPI സിസ്റ്റം വന്നതോടുകൂടി നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ മണിയുടെ യൂസ് വലുതായിട്ടില്ല. സ്റ്റിൽ ഇന്ത്യയിൽ മൊബൈൽ മണി യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഇത്രയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അൺബാങ്ക്ഡ് പോപ്പുലേഷൻ ഒരുപാടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ റൂറലാണ്, കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ദൂരദേശങ്ങളിലുള്ളവർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് മൊബൈൽ മണിയാണ് ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും ന്യൂസ് ആയിട്ട് വന്നത്. അതായത് മൊബൈൽ മണി സ്റ്റിൽ പ്രിവാലന്റ് ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ പെർസെൻറ്റേജ് സ്റ്റിൽ ആഫ്രിക്കയിലാണ് എന്നുള്ള രീതിയിലാണ് ഹിന്ദുവിൽ ആ ന്യൂസ് വന്നിരുന്നത്. സോ ഇങ്ങനെ വരുന്ന എക്കണോമി റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻവയോൺമെൻറ്റും ഗവേണൻസും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. ഇനി അത് കൂടാതെ എന്തെങ്കിലും ബേർഡ്സിനെ കുറിച്ചോ ആനിമൽസിനെ കുറിച്ചോ ട്രീസിനെ കുറിച്ചോ ടൈഗർ റിസർവ്സിനെ കുറിച്ചോ ഒക്കെ ന്യൂസ് വരികയാണെങ്കിൽ നമ്മൾ അതും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഫ്രം ദി ഹിന്ദു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മറ്റൊരു എക്കണോമിക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. ക്യാപിറ്റൽ മാർക്കറ്റ് UPSC പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ് പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ. കോവിഡ് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ പ്രിലിംസിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനൊക്കും. അതിൻ്റെ മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ, കൂടുതൽ ഇന്ത്യൻസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തുടങ്ങി. അതാണ് അതിൻ്റെ റീസൺ. കൂടുതൽ ഇന്ത്യൻസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എസ്പെഷ്യലി മിഡിൽ ക്ലാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് UPSC പ്രിലിംസിൽ ഒരുപാട് ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. പണ്ട് കാലത്ത് മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്നായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡ്. അങ്ങനെ നോക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ അറിയേണ്ടത് ഇങ്ങനെ ആയിരിക്കും ന്യൂസ് വരിക. അതായത് SBI ഇത്ര രൂപ QIBയിൽ കൂടെ റേസ് ചെയ്തു, ഇങ്ങനെ ആയിരിക്കും ഹെഡ്ലൈൻ കിടക്കുക. അല്ലെങ്കിൽ SBI ഇത്ര 25,000 കോടി രൂപ റേസ് ചെയ്തു ഫ്രം മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഹെഡ്ലൈൻ ഉണ്ടാവുക. അതിനകത്തേക്ക് വായിച്ചു പോകുമ്പോഴാണ് അവിടെ നമ്മൾ QIB ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ വാക്ക് കാണുന്നത്. അങ്ങനത്തെ ന്യൂസിൽ നമ്മൾ അങ്ങനത്തെ വാക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഈസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഹൂ ആർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. ഈ സാധനം നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പ്രിലിംസിൽ വരുന്ന ഒരു ചോദ്യം നൈസായിട്ട് അങ്ങ് മിസ്സാവും. സോ എന്താണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ഡോണ്ട് റിക്വയർ പ്രീ ഇഷ്യൂ സെബി അപ്രൂവൽ. നമ്മുടെ ലോജിക്കിന് അങ്ങോട്ട് ഉറയ്ക്കാത്തൊരു കാര്യമാണ്. അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിന് ഇഷ്യൂവിന് മുൻപ് സെബിയുടെ അപ്രൂവൽ മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. നമ്മുടെ ലോജിക്ക് എന്താ? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. എന്തിനും അവരുടെ അപ്രൂവൽ അത്യാവശ്യം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ അപ്രൂവൽ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് സെബിയുടെ അപ്രൂവൽ അങ്ങനെ ആവശ്യമാണ്. ഇതാണ് നമ്മുടെ കോമൺ ലോജിക്. ഞാൻ എപ്പോഴും പറഞ്ഞു, ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ വന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിന്റെ സമയത്ത് പ്രീ ഇഷ്യൂ അപ്രൂവൽ ആവശ്യം ഇല്ല. അപ്പം ആ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്തോ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ഇഷ്യൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് എന്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ കണ്ടെത്തുന്നത്. അതിനുള്ളൊരു റൂട്ടാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഇഷ്യൂവിന് മുൻപ് സെബിയുടെ അപ്രൂവൽ ആവശ്യമില്ല എന്നത് ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ.
സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആർ കൺസിഡേർഡ് ആസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഫാക്റ്റ് ആണ്, അവിടെ ലോജിക്കലി ഒന്നും ക്രാക്ക് ചെയ്യാൻ നമുക്കൊക്കില്ല. പക്ഷേ UPSC ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് തരും ഈ ഏരിയയിൽ നിന്ന്. ആൻഡ് തേർഡ് വൺ നോക്കൂ, QIPs were introduced to reduce the dependence of listed Indian companies on foreign capital. അപ്പോൾ എന്താണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാതെ നമ്മൾക്ക് ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്താനൊക്കത്തില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു ട്രൂ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ആ പേരിൽ തന്നെ കിടപ്പുണ്ട് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അതായത് ജനറൽ പബ്ലിക്കിലേക്കല്ല ഈ ഇഷ്യൂ എത്തിക്കുന്നത്, ജനറൽ പബ്ലിക്കിലേക്ക് എത്തിക്കുകയല്ല, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. അതായത് മേടിക്കാൻ, ഈ ഷെയർ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ മേടിക്കാൻ സാധ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്ന, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടിരിക്കുന്ന, അങ്ങനെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് സെബി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ബയേഴ്സിലേക്ക് മാത്രമാണ് ഈ സാധനങ്ങൾ ചെല്ലുക. അങ്ങനെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ, ബാങ്കുകൾ, അതേപോലൊക്കെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NBFCകളും എന്തിലുൾപ്പെടും? ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൽ ഉൾപ്പെടും. അപ്പം 1-നൊപ്പം 2ഉം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചോ, മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ട്, ബാങ്കുകൾ പോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് NBFCകളും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ആൻഡ് എന്തിനാണ് ഈ QIP നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നത്. QIP ബേസിക്കലി ഫോറിൻ ക്യാപിറ്റലിൽ ആശ്രയിക്കാതെ ഇന്ത്യയിലെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ഈസിയർ റൂട്ടാണ്. അവിടെ ഞാൻ പറയും ഈസിയർ റൂട്ട്. അതായത് എന്തുകൊണ്ട് QIP നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ഫണ്ട് കണ്ടെത്തണം, ഈസി ആയിട്ട് ഫണ്ട് കണ്ടെത്തണം. നോർമലി അങ്ങനെ നിങ്ങൾ IPO എന്ന് പറയുന്ന സംഭവമൊക്കെ കേട്ട് കാണും, അല്ലെങ്കിൽ FPO എന്ന് പറയുന്ന സംഭവമൊക്കെ കേട്ട് കാണും. ഇതൊക്കെ മാർക്കറ്റിൽ നിന്നും, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, സാധാരണക്കാരും ഈ പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാവരിലേക്കും മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്രൊസീജിയേഴ്സാണ് IPOയും FPOയും ഒക്കെ. അവിടെ എല്ലാവരും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ? അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെബിയുടെ പ്രൊസീജിയേഴ്സിൽ കൂടെ കടന്നു പോകണം. ഇഷ്യൂവിന് മുൻപ് സെബിയുടെ അപ്രൂവൽ മേടിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി ക്യുംബർസം. അതായത് ഒരുപാട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഓക്കെ, എന്നാൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ ഈസിയർ റൂട്ടിൽ കൂടെ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് QIP എന്ന് പറയുന്നത്. അപ്പം ചോദിക്കാം, എല്ലാവർക്കും എന്നാൽ QIP എടുത്താൽ പോരെ? QIPയിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാ? ക്വാളിഫൈഡ് ആയിട്ടുള്ള ബയേഴ്സിന്റെ മുന്നിലേക്കാണ് ഈ കമ്പനി ചെല്ലുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ QIP ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഫണ്ട് തരാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്തായിരിക്കണം? അത്രയ്ക്ക് സ്ട്രോങ് ഫിനാൻഷ്യൽസ് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. ഇവിടെ ആരാ ചെയ്തത്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ലാർജസ്റ്റ് ബാങ്കാണ് QIP ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റഡ് ആയിരിക്കും ബയേഴ്സ്. അപ്പം ഫണ്ട് കിട്ടും, പ്രൊസീജിയർ സിംപ്ലിഫൈഡ് ആയിട്ട് ഫണ്ട് കിട്ടുന്ന വഴിയുണ്ടോ? അപ്പം സ്ട്രോങ് ഫിനാൻഷ്യൽസ് ഉള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് QIP റൂട്ട് എടുക്കുന്നത് ഈസിയർ ആണ്. അപ്പം ഫോറിൻ ക്യാപിറ്റൽ എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ ആശ്രയിക്കാതെ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഇന്ത്യൻ കമ്പനീസിന്റെ ഒരു റൂട്ടാണ് QIP. ഫോറിൻ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണം അല്ലേ? അപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലൊക്കെ ഡിഫറെൻറ്റ് റൂട്ട്സ് നമ്മൾ സ്വീകരിക്കണം. അവിടെ എന്താ പറയേണ്ടത്, ഒരുപാട് നൂലാമാലകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ആയിക്കോട്ടെ, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ റൂട്ടുകളിൽ കൂടെ ഫണ്ട് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റെപ്സ്, ഒരുപാട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തന്നെ, എവിടെ നിന്ന്? ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ഈസിയർ റൂട്ടാണ് QIP എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഓൾസോ റൈറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഓൾ 3 ആർ കറക്റ്റ്. 3 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ഇങ്ങനത്തെ റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോലാപുരി ചപ്പൽ വളരെ ഒരു കോൺട്രവേഴ്സ്യലായി മാറിയ ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ് കോലാപുരി ചപ്പൽസ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ്,
Question is, which of the following statements is or are correct about Kolhapuri chappals? See, Kolhapuri chappലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ കോലാപുരി ചപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണെന്ന് ഒന്ന് വിഷ്വലി കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക കോലാപുരി ചപ്പൽ എന്താണെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെതർ ചപ്പൽസ് ആണ് കോലാപുരി ചപ്പൽസ്. സോ റീസെന്റ് ന്യൂസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാഡ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ് ഇൻ ദി വേൾഡ് ആണ്. അത്രയും വലിയ ഫാഷൻ ബ്രാൻഡ് ഈയിടെ അവരുടെ ഒരു ഫാഷൻ ഷോയിൽ മോഡൽസ് ഈ പറയുന്ന കോലാപുരി ചപ്പൽസ് ഇട്ടിട്ട് നടക്കുകയുണ്ടായി. അപ്പോൾ അത് ഭയങ്കര ന്യൂസായി. ആൻഡ് പ്രാഡ അവരുടെ വെബ്സൈറ്റിൽ ആ കോലാപുരി ചപ്പലിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് 1.25 lakhs ആണ്. ഒന്ന് ആലോചിക്കണം, ഇന്ത്യയിലെ ചെറിയ എമൗണ്ടിന് സെയിൽ ചെയ്യുന്ന സാധനം പ്രാഡ ആ സെയിം സാധനം അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് 1.25 lakhs-നാണ്. അങ്ങനെ അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി. അതിനെ തുടർന്ന് പ്രാഡയുടെ ഒഫീഷ്യൽസ് ഇന്ത്യയിൽ കോലാപൂരിലേക്ക് വരികയും അവിടെ വന്നിട്ട് ഇവരുമായിട്ട് ഡിസ്കഷൻ നടത്തുകയും സോ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ടൈപ്പിനുള്ള സാധ്യതകൾ അവിടെ തുറന്നു വരുന്നുണ്ട്. പ്രാഡയും കോലാപൂരും തമ്മിൽ ഒരു ടൈപ്പിനുള്ള സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. അപ്പം ന്യൂസ് ഇതാ. എന്നാൽ നമ്മൾ ആസ് എൻ ആസ്പിരന്റ് നമ്മൾ പഠിക്കേണ്ടത് കോലാപുരി ചപ്പലിനെ കുറിച്ചിട്ടാണ്. കാരണം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ചോദിക്കാൻ വളരെ സാധ്യത ഈ വർഷമുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും കോലാപുരി ചപ്പൽസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കോലാപുരി ചപ്പൽസ് ആർ ഹാൻഡ് മെയ്ഡ് ഓപ്പൺ ഫുഡ് വെയർ മെയ്ഡ് ഓഫ് ടാൻഡ് വെജിറ്റബിൾ ലെതർ. സോ ഇതിന് ബേസിക്കലി അതിനെക്കുറിച്ച് കണ്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് അതൊരു ഗസ്സബിൾ അല്ല. നെക്സ്റ്റ് വൺ, ദീസ് ചപ്പൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പർട്ടിക്കുലർ ഏരിയാസ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഈ ചപ്പൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി കോലാപൂർ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് കോലാപുരി ചപ്പൽസ് ആർ നോൺ ഫോർ ഇറ്റ്സ് ഡെക്കറേറ്റീവ് വോവൻ പാറ്റേൺ ഫിക്സ്ഡ് ഓവർ അപ്പർ ബാൻഡ്. അതായത് ചെറുപ്പിൻ്റെ മുകളിലത്തെ വള്ളിയില്ലേ, അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേറ്റീവ് പാറ്റേൺ കോലാപുരി ചപ്പലിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നും പറയുന്നു. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സിൽ 1ഉം 2ഉം നമുക്ക് അറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന. എന്നാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, അവിടെ കുറച്ചും കൂടെ ഒരു ഗസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സി ബേസിക്കലി ഈ കോലാപൂർ എന്ന് പറയുന്ന ഏരിയ എവിടെയാണ് എന്ന് നമ്മൾ ന്യൂസിൽ നിന്നും അറിഞ്ഞിരിക്കണം. പക്ഷേ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഗസ് എങ്കിലും സ്കോപ്പ് ഉള്ളൂ. സോ കോലാപൂർ ഈസ് ബേസിക്കലി പർട്ടിക്കുലർ ഏരിയ ഇൻ ദി ബോർഡർ ഓഫ് മഹാരാഷ്ട്ര ആൻഡ് കർണാടകയാണ്, ഗുജറാത്ത് അല്ല. മനസ്സിലായില്ലേ? മഹാരാഷ്ട്ര കർണാടക ബോർഡറിലുള്ള ഒരു ഏരിയ റീജിയനെയാണ് ഈ കോലാപൂർ എന്ന് വിളിക്കുന്നത്. ഈ കോലാപൂർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ. ബിക്കോസ് ഈ കോലാപൂർ ഏരിയയിലുള്ളവർക്ക് ഒരുമാതിരിപ്പെട്ട മിക്കവാറും ഭാഷകളൊക്കെ അറിയാം. ബിക്കോസ് അവർക്ക് മറാത്തി അറിയായിരിക്കും, അവർക്ക് കന്നഡ അറിയായിരിക്കും, അവർക്ക് ഹിന്ദി അറിയായിരിക്കും, അത്യാവശ്യം ഇംഗ്ലീഷ് അറിയായിരിക്കും. കാരണം ആ ബോർഡറിൽ കിടക്കുന്നത് കാരണം ബോർഡറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ കോലാപൂർ റീജിയൻ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ബേസിക് ട്രാൻസാക്ഷൻസ് അല്ല ഈ ബോർഡർ ഏരിയയിലായതുകൊണ്ട് തന്നെ അവർക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ ലാംഗ്വേജ് അറിയാം, അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദി അറിയായിരിക്കും. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം 2 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഓപ്ഷൻ ബി ആസ് ദി ആൻസർ. 1 and 3 only. ഓപ്ഷൻ 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പം അങ്ങനത്തെ ഒരു ബേസിക് അറിവുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും UPSC പൊതുവേ ക്വസ്റ്റ്യൻസ് തരിക. മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ടാൻഡ് വെജിറ്റബിൾ ലെതർ. കണ്ടോ, വെജിറ്റബിൾ ലെതറിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അറിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ആൻഡ് കോലാപൂരിയുടെ ഒരു ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങൾക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഡെക്കറേറ്റീവ് പാറ്റേൺ കാണാനും ഒക്കും. ആൻഡ് കോലാപുരി ചപ്പൽ ഈസ് GI ടാഗ്ഡ്. GI ടാഗ് കിട്ടിയിട്ടുള്ള സാധനമാണ് എന്ത്, കോലാപുരി ചപ്പൽ. അതുകൊണ്ട് തന്നെ കോലാപൂർ ഏരിയയിൽ GI ടാഗ് ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കോലാപുരി ചപ്പൽ ഉണ്ടാക്കാനുള്ള അനുവാദം ഇന്ത്യയിലുള്ളൂ. ആ സമയത്താണ് എന്ത്, പ്രാഡ പോയിട്ട് ഈ സാധനം ഒരു വലിയ വിലയ്ക്ക് അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, എ സ്കീം റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ഇത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നതാണ്. ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഈയിടെ ന്യൂസിലുണ്ടായിരുന്നു. സോ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് PM ധൻധാന്യ കൃഷി യോജന. ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്കീം എയിംസ് ടു എൻഹാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇൻ അറ്റ്ലീസ്റ്റ് 1 panchayat in
all the districts of states and union territories. All അവിടെ കിടക്കുന്നു. So that is an extreme keyword അല്ലേ? എക്സ്ട്രീം കീവേഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ തെറ്റാണ് എന്ന് കരുതേണ്ടി വരും. തെറ്റാണ് എന്ന് പറയുന്നില്ല, തെറ്റാണ് എന്ന് കരുതേണ്ടി വരും. Okay, next one, scheme will be implemented through the convergence of 36 existing schemes under the Ministry of Agriculture. അതായത് നിലവിൽ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലുള്ള 36 സ്കീമുകളെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ് PM ധൻധാന്യ യോജന എന്ന് പറയുന്നത്. സോ അതറിയാമെങ്കിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റും. The scheme drew inspiration from Niti Ayog's aspirational district program. Again, fact അറിയാമെങ്കിൽ മാത്രം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഓപ്ഷനിലേക്ക് നോക്കുമ്പോഴോ, ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. അതായത് എന്താണ് പറയേണ്ടത്? ഒരെണ്ണമൊന്നും എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. മൂന്നെണ്ണവും അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യമാണിത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓള് തെറ്റാണ്. ഓൾ ഡിസ്ട്രിക്ട്സ് ഇല്ല. ഇന്ത്യയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള 100 ഡിസ്ട്രിക്ട്സിൽ മാത്രമാണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ആൻഡ് സെക്കൻഡ് വൺ നോക്കൂ, ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിലുള്ള 36 സ്കീംസ് അല്ല കമ്പൈൻ ചെയ്യുന്നത്. നിലവിൽ 11 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സ്റ്റേറ്റ്സിന്റെയും സ്കീംസ് ആണ്. മനസ്സിലായില്ലേ? അതായത് 11 വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡിഫറെന്റ് സ്റ്റേറ്റ്സിന്റെയും സ്കീംസിനെ കൺവെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ് എന്ത്? PM ധൻധാന്യ യോജന. അല്ലാതെ അഗ്രികൾച്ചറൽ മിനിസ്ട്രിയുടെ മാത്രം 36 സ്കീമുകളല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ റോങ്. ആൻഡ് ലാസ്റ്റ് വൺ, ദിസ് ഈസ് ട്രൂ. ബിക്കോസ് നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. നോർമലി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ പറയാറുള്ള കാര്യം, നീതി ആയോഗിന്റെ ടോപ്പിക് വരുമ്പോൾ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലെ സ്കീമുകളിലൊന്നാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം. അതായത് ഇന്ത്യയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ട്രിക്ട്സിനെ എടുത്തിട്ട്, സെലക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കണ്ടോ, നമ്മുടെ ഇവിടെ അങ്ങനല്ലേ, ഈ PM ധന്യ കൃഷി യോജനയിൽ എന്താ സെലക്റ്റഡ് ആയിട്ടുള്ള 100 ഡിസ്ട്രിക്ട്സ് ആണ് എടുക്കുന്നത്. അതായത് അതിന് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതായത് 3 കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്: ലോ പ്രൊഡക്ടിവിറ്റി, ലോ ക്രോപ്പിംഗ് ഇന്റൻസിറ്റി ആൻഡ് ലെസ് ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റ്. ഇത് മൂന്നുമുള്ള 100 സെലക്റ്റഡ് ഡിസ്ട്രിക്ട്സിൽ മാത്രമാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമോ അങ്ങനെ തന്നെ സെലക്ട് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സിൽ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുറച്ച് ഡിസ്ട്രിക്ട്സിനെ എടുത്തിട്ട് അതിനെ മുന്നോക്കമുള്ള, അതായത് മുൻപന്തിയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റുക എന്നുള്ള പ്രോഗ്രാമാണ് അത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം. സോ അതിന്റെ അതേ സ്കീം പിടിച്ചിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? PM ധൻധാന്യ കൃഷി യോജന ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. സോ ഓൺലി തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് ഓൺലി വൺ, ഓപ്ഷൻ എ. അപ്പം ഇങ്ങനത്തെ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ന്യൂസിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ന്യൂസിൽ നിന്നും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ലീപ്പ് സീരീസിൽ കൂടെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലീപ്പ് സീരീസിൽ കൂടെ നിങ്ങൾക്ക് കണ്ടന്റും കിട്ടുന്നുണ്ട്. നിങ്ങൾ നാളെ തൊട്ട് പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള ഐഡിയയും നമ്മൾ ലീപ്പിൽ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഹോട്ട് കറണ്ട് അഫെയർ, അനദർ വൺ ഫ്രം ആർട്ട് ആൻഡ് കൾച്ചർ. സി, ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള അഡീഷൻ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ഇസ് സ്പ്രെഡ് അക്രോസ് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? തന്നിട്ടുള്ള 4 സ്റ്റേറ്റുകളിൽ എത്ര എണ്ണത്തിലാണ് ഇത് സ്പ്രെഡായി കിടക്കുന്നത്? സോ എന്താണ് ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ബേസിക്കലി ഫോർട്ടുകളാണ്. മറാത്താസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടുകളാണ് അല്ലേ? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഛത്രപതി ശിവജി മഹാരാജാവിന്റെ ഫോർട്ട്, സംഭാജി മഹാരാജാവിന്റെ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫോർട്ട്സ് ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫോർട്ട്സ്, അങ്ങനത്തെ 12 ഫോർട്ട്സ്, 12 ഫോർട്ടുകളാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് എന്ന പേരിൽ യുനെസ്കോ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എത്ര സ്റ്റേറ്റ്സിൽ കൂടെയാണെന്നുള്ളത് ബേസിക് ഗസ് വെച്ചിട്ട് മഹാരാഷ്ട്ര നമ്മൾ ഉറപ്പായിട്ടും അടിച്ചിരിക്കും അല്ലേ? മഹാരാഷ്ട്ര ഉറപ്പായിട്ട് നമ്മൾ അടിക്കുന്നതാണ്.
അതായത് നമ്മൾ only 1ലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ only 1ലേക്ക് പോകരുത്. ബിക്കോസ് 11 മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരെണ്ണം തമിഴ്നാട്ടിലാണ്. ദാറ്റ് ഈസ് ഗിഞ്ചി ഫോർട്ട്. തമിഴ്നാട്ടിലെ ഗിഞ്ചി ഫോർട്ട് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പം 11 12 11 മഹാരാഷ്ട്രയിലാണെങ്കിൽ ഒരെണ്ണം തമിഴ്നാട്ടിലാണ്. സോ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമായിട്ടാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് സ്പ്രെഡ് ആയിരിക്കുന്നത്. ആൻഡ് വൺ ഈസ് ഇൻ തമിഴ്നാട് ആൻഡ് ദാറ്റ് ഈസ് ഗിഞ്ചി ഫോർട്ട്. അപ്പം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സിനെ കുറിച്ചും ഹിന്ദുവിൽ വളരെ വിശദമായിട്ട് 2-3 ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് ഗിഞ്ചി ഫോർട്ടിനെ കുറിച്ചും ന്യൂസ് ഉണ്ടായിരുന്നു. എനിക്കൊന്നു ഹിന്ദുവിന്റെ സപ്ലിമെന്റിൽ പോലും ഗിഞ്ചി ഫോർട്ടിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറുകയാണ്. ആൻഡ് ദീസ് വെയർ ബിൽറ്റ് ബിറ്റ്വീൻ 17th ആൻഡ് ഏർലി 19th സെഞ്ചുറീസ്. ഫോർട്ടുകളുടെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. സാൽഹർ, ശിവനേരി, ലോഹഗഡ്, ഖാണ്ടേരി, റായ്ഗഡ്, രാജ്ഗഡ്, പ്രതാപ്ഗഡ്, സുവർണദുർഗ്, പൻഹാല, വിജയ്, സിന്ധുദുർഗ്. ഇത്രയാണ് മഹാരാഷ്ട്രയിലുള്ള ഫോർട്ടുകൾ. സിന്ധുദുർഗൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫോർട്ടുകളാണ്. ഈവൻ ഒരു 5-6 മാസം മുമ്പ് ഈ സിന്ധുദുർഗ് ഏരിയയെ കുറിച്ച് ഹിന്ദുവിൽ വലിയ രീതിയിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് സിന്ധുദുർഗ് പിന്നെ രത്നഗിരി ഏരിയയെ കുറിച്ചിട്ട് വലിയ രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചാൻസസ്, പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.